ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനിന്ന് വീഡിയോസ് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരുന്നപ്പം തോന്നി ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഒന്നും തോന്നുന്നു നിൽക്കുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. രാത്രിയിൽ പറയേണ്ട മഴയുടെ കാര്യമൊന്നും എന്തോ ഒരു ദിവസം ഇല്ലാത്തതുപോലത്തെ മഴയായിരുന്നു ഇവിടെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ വയ്യ. എങ്കിലും ഭയങ്കര മഴയായിരുന്നു. പിന്നെ എല്ലാവർക്കും സുഖം തന്നെ. ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. പോയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഹായ് സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം കറി ഞാൻ വെച്ച്, പക്ഷേ ഞാൻ ഇപ്പോഴൊന്നും കറി വയ്ക്കുന്നതിൻ്റെയൊന്നും വീഡിയോ ഇടില്ല എന്ന് കരുതിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വർഷങ്ങളുണ്ട് ഈ അലുമിനി പാത്രത്തിലൊക്കെ വെച്ച് അതൊരു ശീലമായി. മൺചട്ടിയൊക്കെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന കാലത്തൊക്കെ ഇങ്ങനെ എപ്പോഴും പൊട്ടിപ്പോകുമായിരുന്നു. അവരൊക്കെ വന്ന് തട്ടുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ ഞാനിങ്ങനെ എല്ലാം അലുമിനിയിലേക്ക് ആക്കി വന്നപ്പോഴത്തേക്ക് പിന്നെ അത് വേറെ വാങ്ങേണ്ട, അത് ഇരിക്കുകയല്ലായിരുന്നു. പിന്നെ കാലക്രമേണ പിന്നെ അങ്ങനെ തന്നെയായി. പക്ഷേ പലരും പറയുന്നുണ്ട് മൺചട്ടി അല്ലാണ്ട് ഈ ചരുവത്തിലൊന്നും ചേച്ചി ഇതൊന്നും ഉണ്ടാക്കരുത്, കറികളൊന്നും വയ്ക്കരുത്, ദ്രവിച്ചു പോകും. പക്ഷേ അത് 100% സത്യമാണ്. അതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇനി അതൊക്കെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ ഞാനിനി മൺചട്ടി മംഗലമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാനിനി എന്തായിരുന്നു വെച്ചിട്ട് മൺചട്ടിയിൽ മംഗലത്തിലൊക്കെ കറിയും ചോറൊക്കെ വെച്ചിട്ട് മാത്രമേ ഞാനിനി ഇങ്ങനെയുള്ള വീഡിയോസ് കറി വയ്ക്കുന്നതൊക്കെ ഇടുകയുള്ളെന്ന് ഉറപ്പിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ പിന്നെ എന്തോ എനിക്കിന്നത് ഞാൻ എന്താണ് വെക്കുന്നത്, അതെന്താണ് എന്നുള്ളത് ഞാൻ ഇട്ടതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന ഈ കാട്ടുകരിവേപ്പിലയും ചക്കക്കുരുവും ഒപ്പം കാട്ടിലുള്ള ചുമന്ന ചീരയും പിന്നെ നമ്മുടെ പച്ച മധുരക്കീരയും ഇത്രയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ആ തോരൻ വെച്ചത്. തോരൻ വെക്കുന്നതിൻ്റെ ചേരുവകളെല്ലാം ചേർത്ത് ഞാൻ വെച്ചതാണ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ വയ്ക്കും എന്ന ഔഷധമാണ് എന്ന് കാണിച്ചതാണ്. അങ്ങനെ വെച്ച് കാണിച്ചൊരു വീഡിയോയാണ്. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. പിന്നെ ഞാൻ കള്ളം കാണിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പരുവം കാണിച്ചത്. അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് പാത്രത്തിലേക്ക് കോരി വെച്ചിട്ട് ഞാൻ കറി വെച്ചു എന്ന് കാണിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ഇത്തരം സാധനങ്ങളിട്ട് ഇങ്ങനെ ഒരു കറി വെച്ചു, അതായത് തോരൻ വെച്ചു. അത് ഇന്ന സാധനങ്ങളാണ്, അതായത് കാട്ടുകരിവേപ്പിലയും കാട്ടിലെ ചുമന്ന ചീരയും പിന്നെ മധുര കീരയിലയും ഇത്രയും വെച്ചു എന്നത് കാണിച്ചതാണ്. പിന്നെ ഞാനിനി ഈ എന്തോ പറയട്ടെ, ഈ ചരുവത്തിൽ വെച്ചതിന് അത് സോറി കേട്ടോ. ഓക്കെ, ഞാൻ ഈ കറി ഇങ്ങനെ വെച്ചു എന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ. ചരുവത്തിൽ വെച്ചതിന് ഞാൻ സോറി പറയുന്നു കേട്ടോ. ഞാൻ മൺചട്ടിയിൽ വെച്ച് എന്തായാലും ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ അതൊരു അതിര് കഴിഞ്ഞു എന്നതാണ്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ച് മൺപാത്രത്തിൽ നമുക്ക് വയ്ക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൺചട്ടിയൊക്കെ എടുത്ത് കഴുകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. കാരണം പ്രായങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതുവരെയൊക്കെ നമുക്ക് മൺചട്ടിയിൽ വയ്ക്കാമായിരുന്നു. ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയാക്കേ, സോറി.
പക്ഷേ ഞാനിത് ഇങ്ങനെ കറി വെച്ചു എന്നുള്ളത് കാണിച്ചതാണ്. ഇനി ഞാൻ മൺചട്ടിയിൽ വെച്ചിട്ട് കാണിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ കാട്ടുകരിവേപ്പിലയൊക്കെ വെച്ച് വെക്കുന്നതാണ്. നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ വെക്കും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് ഇങ്ങനെ ചട്ടിയിൽ അല്ലാണ്ട് വയ്ക്കുന്നതല്ല ഞാൻ ചോദിച്ചത്. ഈ കാട്ടുകരിവേപ്പിലയും ഇങ്ങനത്തെ ചുമന്ന ചീരയൊക്കെ ഒരുപാട് പേര് വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കറി വയ്ക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഞാൻ, പക്ഷെ കറി വെക്കുന്നതെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒത്തിരി വീഡിയോകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ കാലക്രമേണ, അതായത് കുഞ്ഞുനാളിലേ ഇതൊക്കെ ചക്കക്കുരുവൊക്കെ ഇട്ട് തോരൻ വയ്ക്കുന്നത് ഒരു പതിവാണ്. ഇപ്പോൾ ഒത്തിരി കാലം കൊണ്ട് അങ്ങനെയൊന്നും കാട്ടിലെ ഇലകളൊന്നും വെച്ച് കഴിച്ചില്ല. അതിനുള്ള അസുഖങ്ങളും ഉണ്ട്, ശരിയാണ്. മംഗലങ്ങളും മൺചട്ടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കാട്ടിലെ കറികളൊക്കെ വെക്കാണ്ട് വന്നതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അന്നൊന്നും പ്രശ്നമില്ലായിരുന്നു, നല്ല രീതിയിലൊക്കെ പോയതാണ്. അപ്പോൾ അതിനുള്ളത് ശരിയാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് താങ്ക് യു. എല്ലാവർക്കും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ശരി, ഓക്കെ.